സത്യത്തിൽ ശുചീകരണ തൊഴിലാളി അല്ല അത് എടുത്തത്, അത് വേറൊരാളാണ് എടുത്തത്. ശുചീകരണ തൊഴിലാളി അത് പക്ഷെ അത് വിചാരിച്ചിട്ട് ശുചീകരണ തൊഴിലാളി മൊത്തത്തിൽ ഒരു ഫേക്ക് പേഴ്സൺ ആണെന്ന് വിചാരിക്കരുത്. ഈ ശുചീകരണ അതെ അത് SIT പറയണോ. പക്ഷെ നമ്മളെല്ലാരും കണ്ട ഒരു വിഷയം തന്നെ ഉണ്ട്. ഈ ശുചീകരണ തൊഴിലാളിക്ക് കിട്ടാവുന്ന സ്ഥലങ്ങൾ 70ഓളം സ്ഥലങ്ങളുണ്ട്. അതിലാകെ 17 സ്ഥലമാണ് ഇതുവരെ തെരച്ചിൽ നടത്തിയത്. അതിൽ തന്നെ പല സ്ഥലത്തു നിന്നും കിട്ടിയിട്ടുണ്ട്, അസ്ഥികൾ കിട്ടിയിട്ടുണ്ട്. അല്ല വേറെ ഒന്നുണ്ട്, ആ തലയോട്ടി ആരാണോ യഥാർത്ഥത്തിൽ എടുത്തത് ആ ആള് ആ തലയോട്ടിന്റെ ബാക്കി ഭാഗങ്ങളും എടുത്തു കൊടുത്തിട്ടുണ്ട് SIക്ക്. അതുപോലെ തന്നെ അതിൽ കൂടുതൽ അസ്ഥികളും അവിടുന്ന് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അല്ല സുജാത ഭട്ട്, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം സുജാത ഭട്ടിനെ 1-2 ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. സുജാത ഭട്ട് പറയുന്ന കാര്യങ്ങളിൽ അന്ന് എന്റെ ചാനലിൽ പോയി കണ്ടാൽ മനസ്സിലാവും. പല സമയത്തും പല രീതിയിലുള്ള സംസാരമാണ്. അത് അവരുടെ പ്രായവും അവരുടെ മാനസികാവസ്ഥയും മോശമാണ്, മനസ്സിലാക്കണം. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് നമ്മളെ ഒരു പോരാട്ടത്തിന്റെ ഇടയിൽ എനിക്ക് ഒരു നീതി മേടിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിഗണിക്കും. അത്രേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് അവർ കൂടുതൽ നേരം ചാനലിന്റെ മുന്നിലേക്ക് സംസാരിക്കാൻ വന്നതാണ് എന്തായത് ഈ കാര്യങ്ങൾ. ഇതല്ലാതെ അവിടെ മറ്റുള്ള സൗജന്യന്റെ കേസായിക്കോട്ടെ, വേദവല്ലിന്റെ കേസായിക്കോട്ടെ, മറ്റേ പത്മലതന്റെ കേസായിക്കോട്ടെ, യമുന നാരായണന്റെ കേസായിക്കോട്ടെ, ലക്ഷ്മിന്റെ കേസായിക്കോട്ടെ, ഇങ്ങനെ നിരവധി കേസുകൾ. നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരുപാട് കൊലപാതകം നടന്ന് FIR ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ എന്താ പറയാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ട്. ഇതിലൊക്കെ കൊലപാതകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പറ്റം കേസുകളിൽ ഒരു കേസ് പോലും പ്രതിയെ പിടിച്ചിട്ടില്ല.